ആരോഗ്യമില്ലാത്ത പൊട്ടിപ്പോകുന്ന മുടിക്ക് പരിഹാരമായി കോട്ടക്കൽ ആയുർവേദശാലയുടെ ഹെയർ നറിഷിംഗ് ഓയിലാണ് ഇന്നത്തെ വിഷയം. അതിനു മുൻപായി നമുക്ക് മുടിയുടെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഒരു മുടിയിഴയ്ക്ക് റൂട്ടല്ല, ഒരു മുടിയുടെ സ്ട്രാൻഡിന് മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. ഏറ്റവും പുറമെ ക്യൂട്ടിക്കിൾ, പിന്നെ കോർട്ടക്സ്, പിന്നെ ഉള്ളത് മെഡുല. ക്യൂട്ടിക്കിളാണ് മുടിയുടെ ഏറ്റവും പുറമെയുള്ള പാർട്ട്. ക്യൂട്ടിക്കിളിൻ്റെ ആരോഗ്യത്തിലുള്ള വ്യത്യാസമാണ് മുടിയെ ഫ്രിസി ഓർ ഡ്രൈ ആക്കുന്നതും സോഫ്റ്റ് ആക്കുന്നതും. ക്യൂട്ടിക്കിൾ ഇടയ്ക്കിടയ്ക്ക് ഡാമേജ് ആയതാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റൻസും ചകിരി പോലെയുള്ള മുടിയും എന്നിവയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അടുത്തത് കോർട്ടക്സ്. ക്യൂട്ടിക്കിളിൻ്റെ ഉള്ളിലുള്ള തിക്ക് പാർട്ടാണിത്. ഇതാണ് മുടിയുടെ കളറിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഏറ്റവും ഉള്ളിലുള്ള പാർട്ടാണ് മെഡുല. ഇത് വളരെ തിന്നാണ്. തൂണുകളുടെ ഉള്ളിലെ കമ്പി തൂണിനെ താങ്ങി നിർത്തുന്നത് പോലെ ഇത് നമ്മുടെ മുടിയെ താങ്ങി നിർത്തുന്നു. പിന്നെയുള്ളത് നമ്മുടെ ഹെയർ റൂട്ടാണ്. അതാണ് ബ്ലഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് നമ്മുടെ മുടിക്ക് ജീവൻ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അറിയേണ്ടത് എന്താണ് ഹൈ പോറസ്, മീഡിയം പോറസ് ആൻഡ് ലോ പോറസ് മുടി എന്നുള്ളത്. നമ്മൾ മുടി അഴിച്ചിട്ട് ലോങ് യാത്രയൊക്കെ പോവുകയും അതുപോലെ മുടി അഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തന്നെയും അല്ലെങ്കിൽ മുടി നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്തിലുമൊക്കെയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തൊക്കെ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞ് മുടിയുടെ ക്യൂട്ടിക്കിളിനൊക്കെ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും പുറമേയുള്ള പാർട്ടിലെ ക്യൂട്ടിക്കിൾ. അപ്പോൾ ക്യൂട്ടിക്കിളിനൊക്കെ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ന്യൂട്രിയൻസിൻ്റെ കുറവുള്ളത് കൊണ്ടും നമുക്ക് അങ്ങനെ വരാം. ക്യൂട്ടിക്കിൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ക്യൂട്ടിക്കിൾ നശിച്ചിട്ട് മുടി ഫ്രീസി ഒരു ചകിരി മാതിരി ആവുകയും പൊട്ടിപ്പോവുകയും അതുപോലെ സ്പ്ലിറ്റൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കോർട്ടക്സും മെഡുലയും മാത്രമായി തീരും. എന്നാൽ ഒരു ഹെയർ സ്റ്റാൻഡ് എടുത്താൽ അവിടെയും ഇവിടെയും ക്യൂട്ടിക്കിൾ പോയിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു മുടി എടുത്ത് പതിയെ 2 വിരൽ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഓടിച്ച് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ക്യൂട്ടിക്കിൾ ഡാമേജ് എന്ന് പറയുന്നത്. അങ്ങനെ ക്യൂട്ടിക്കിൾ ഡാമേജ് ആകുമ്പോൾ കോർട്ടക്സ് എക്സ്പോസ്ഡ് ആകുകയും, ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ ക്യൂട്ടിക്കിളിനും കോർട്ടക്സിനും മെഡുലയ്ക്കും ഇടയ്ക്കുള്ള സ്പേസ് വലുതാവുകയും ചെറുതാവുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ സ്പേസ് ഉണ്ടാകുന്ന അതിനനുസരിച്ചാണ് ഹെയർ പോറസ് ആകുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഹൈ പോറസ് ആകുമ്പോൾ എന്താ പ്രശ്നം? നമ്മളിപ്പോൾ എണ്ണ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് മുഴുവനും ആ സ്പേസിലൂടെ ഉള്ളിലേക്ക് കടന്നിട്ട് മുടി അപ്പം പോലെ ഒട്ടിയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഷാമ്പു ചെയ്യുകയാണെങ്കിലോ മുടിയുടെ സാധാരണയുള്ള എണ്ണമയം കൂടി കംപ്ലീറ്റ് ഷാമ്പു വാഷ് ഔട്ട് ചെയ്ത് പുറത്ത് കളയും. എന്നിട്ടോ മുടി ചകിരി പോലെ ഇരിക്കും. ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് ഹൈ പോറസ്. ഇനി മീഡിയം പോറസ് ആണിട്ട് നല്ല മുടിയെന്ന് നമ്മൾ പറയാറുണ്ട്. ആവശ്യമുള്ളത് അതിനെ വലിച്ചെടുക്കുകയും ചെയ്യും, ആവശ്യമില്ലാത്തതിനെ അത് പുറന്തള്ളുകയും ചെയ്യും. ലോ പോറസ് ആണെങ്കിലും പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ എന്ത് ന്യൂട്രിയൻ കണ്ടന്റ് ഉള്ള ഓയിലും അല്ലെ എന്ത് നമ്മുടെ ന്യൂട്രിയൻസ് നമ്മൾ എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്താലും അതൊരിക്കലും മുടിയുടെ ഉള്ളിലേക്ക് എത്തിപ്പെടാതെ അതെപ്പോഴും തടഞ്ഞു തന്നെ നിർത്തുന്നു. കാരണം ഒന്നും പോറസ് ഒട്ടുമില്ല. അതുപോലെ തന്നെ ഉള്ളിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിലോ അതിനെ അത് പുറത്തേക്ക് കളയുകയും ചെയ്യുന്നില്ല. അങ്ങനെ മുടിക്ക് ആരോഗ്യമില്ലാതെ മുടി പൊട്ടിപ്പോകുന്നൊരവസ്ഥയാണ്. അങ്ങനെയുള്ള കണ്ടീഷനാണ് ഈ ബേബി ഹെയർസ് ഒക്കെ ധാരാളം ഉണ്ടാകുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ മുടി സ്റ്റാർട്ട് ചെയ്യുന്നിടം മീഡിയം പോറസ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ അതങ്ങനെ തന്നെ മുടിയുടെ അഗ്രം വരെ നിന്നാലോ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നിടം തൊട്ട് അഗ്രം വരെ അങ്ങനെ തന്നെ മീഡിയം പോറസ് ആയിട്ട് നിന്നാലോ അവിടെയാണ് കോട്ടക്കൽ ആയുർവേദശാലയുടെ ഹെയർ നറിഷിംഗ് ഓയിലും ഹെയർ നറിഷിംഗ് ഷാമ്പുവും വർക്ക് ചെയ്യുന്നത്. ഹെയർ നറിഷിംഗ് ഷാമ്പുവിനെ കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ നമുക്കറിയേണ്ടത് ഹെയർ നറിഷിംഗ് ഓയിലിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഹെയർ നറിഷിംഗ് ഓയിൽ എങ്ങനെയാണ് ഹെയർ സ്റ്റാൻഡിൻ്റെ ഓരോ പാർട്ടിലും ആക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ അതിലെ ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണ്. ഞാൻ ഓൾറെഡി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തലമുടി നരയ്ക്കുന്നതിനെ തടയുന്നുണ്ട്. അതുപോലെ തലയ്ക്ക് നല്ല കൂളിംഗ് തരുന്നു. അപ്പോൾ ഇതെവിടെയാണ് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ സ്കാൽപ്പിലും ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തലമുടിയുടെ ആ നരയെ തീരുമാനിക്കുന്ന ആരാണ്? കോർട്ടക്സ് ആണ്. അപ്പോൾ കോർട്ടക്സിലാണ് നെല്ലിക്കയുടെ വർക്കിംഗ്. അസനം അല്ലെങ്കിൽ ബീജസാരം, ഇത് സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതായിട്ടുള്ള ഡ്രഗാണ്. അപ്പോൾ സ്കാൽപ്പിലൊക്കെ ഉണ്ടാകുന്ന സ്കിൻ ഇൻഫെക്ഷൻസ്, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഫംഗൽ ഇൻഫെക്ഷൻസ് അതൊക്കെ തടയാനും ഡാൻഡ്രഫ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഇച്ചിങ്ങും ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കാനും ഈ ബീജസാരം എന്നൊരു ഡ്രഗ് നമുക്ക് സഹായിക്കുന്നുണ്ട്. അടുത്തത് കടുക്ക. കടുക്ക എന്നുള്ളത് ഹെയർ ടോണിക്കാണ്. ഹെയറിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അതായത് ഹെയർ നീളം വെക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇനി അടുത്ത് ചിറ്റമൃതാണ്. ചിറ്റമൃത് എന്നാൽ ഉള്ള ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഹെയർ ഹെൽത്ത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മീഡിയം പോർസ് എന്നുള്ള ആ രീതി അഗ്രം വരെ തുടർന്ന് പോകാനായിട്ട് നമ്മുടെ ചിറ്റമൃത് സഹായിക്കുന്നുണ്ട്. അടുത്ത ആളാണ് അലോവെര. അലോവെര ഇന്ന് നമുക്ക് സുലഭമാണ് അല്ലേ? നമ്മുടെ തോട്ടത്തിലൊക്കെ സുലഭമാണ് ഈ കറ്റാർവാഴ. കാരണം അതിൻ്റെ ഗുണഗണങ്ങൾ സാധാരണ എല്ലാവർക്കും അറിയാം. മുടിയിൽ, സ്കാൽപ്പിൽ, ഫേസിൽ, കാലിൻ്റെ ഹീൽസിൽ, അതായത് ഉപ്പുറ്റിയൊക്കെ വെട്ടി കയറുന്ന അവസ്ഥയിൽ
എല്ലാത്തിനും പോരുന്ന ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റാണ് ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ നറിഷിംഗ് ഓയിലിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുക എന്ന് നോക്കാം. ഹെയറിൻ്റെ ക്യൂട്ടിക്കിളിന്, അതായത് ഈ ക്യൂട്ടിക്കിൾ ഡാമേജ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഈ പോറോസിറ്റി കൂടുകയും അതുപോലെ തന്നെ ഫ്രീസീസ് ഹെയർ ആവുന്നത്, അതുപോലെ സ്പ്ലിറ്റൻസ് ഉണ്ടാവുന്നത്, ചകിരി പോലെ ആവുന്നത് ഒക്കെയും ക്യൂട്ടിക്കിളിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഈ ഹെയറിൻ്റെ ക്യൂട്ടിക്കിളിനെ ഈ കറ്റാർ വാഴ എന്ത് ചെയ്യും, ഒരു മതിൽ പോലെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തിലൊക്കെ ഒരയുന്നു എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ നമ്മൾ ഈ വെളിയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ മുടി കെട്ടി വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അഴിച്ചിട്ടുകൊണ്ട് പോകണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് കെട്ടി വെക്കണം, എൻ്റെ മുടി ഒരഞ്ഞ് എൻ്റെ ക്യൂട്ടിക്കിൾ പോകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുടി കെട്ടി വെച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അഴിച്ചിട്ടുകൊണ്ട് പോകേണ്ട അവസ്ഥകളൊക്കെ വരും. അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിൽ ഈ കറ്റാർ വാഴ എന്താ ചെയ്യുക, മുടി ഉരസുമ്പോഴും ആ ക്യൂട്ടിക്കിളിന് ഒരു സ്ട്രെങ്ത് കൊടുക്കും. ഉരസുമ്പോൾ ക്യൂട്ടിക്കിൾ പൊട്ടിപ്പോവില്ല. അതുപോലെ തന്നെ സൺലൈറ്റിൽ നിന്നൊക്കെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അധികം ചൂട് നമ്മുടെ മുടിക്ക് കൊടുക്കാതെ നമുക്ക് മുടിയുടെ ആ ഒരു ആരോഗ്യം അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് നല്ലൊരു മതിൽ പോലെ നമ്മുടെ ഹെയറിനെ കവർ ചെയ്ത് ഇരിക്കുന്നുണ്ട്. അതുപോലെ തലയ്ക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയറിൻ്റെ റൂട്ടിനും നല്ലൊരു നറിഷ്മെൻറ്റ് കൊടുക്കുന്നത്, അതായത് വേരിൽ തുടങ്ങി മുടിയുടെ അഗ്രം വരെ ഈ അലോവേരയ്ക്ക് ആക്ഷനുണ്ട്. അടുത്ത ഇരട്ടിമധുരമാണ്. ഇത് പ്രൊഫൗണ്ട് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് മുടിയൊക്കെ തഴച്ച് വളരുക എന്ന് പറയത്തില്ലേ, അതുപോലെ. കൂടാതെ കറ്റാർ വാഴ പോലെ തന്നെ ഹെയർ ഫോളിക്കിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. അടുത്താണ് കായച്ചെടി. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായല്ലേ, അതിൻ്റെ ചെടി. ഇതിൽ ലെസിത്തിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീനുണ്ട്. അത് ഹെയറിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നു. നെക്സ്റ്റ് കോക്കനട്ട് ഓയിലാണ്. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ടറാണ്, നമുക്കറിയാം. പിന്നെ നമ്മുടെ ഹെയറിനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഹൈഗ്രൽ ഫറ്റീഗ് എന്ന് പറയുന്നത്. അതെന്താണെന്നറിയാമോ? നമ്മുടെ ഹെയറിന് ഇടയ്ക്കിടയ്ക്ക് സ്വെല്ലിങ്ങും അൺസ്വെല്ലിങ്ങും ഉണ്ടാവും. കാരണം നമ്മൾ ഈ ഒത്തിരി കട്ടിയുള്ള എണ്ണകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ എണ്ണ നമ്മുടെ ക്യൂട്ടിക്കിളിൽ നിന്ന് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് അവിടെ കുറേ നേരം അവിടെ അങ്ങനെ നിന്നിട്ട് ക്യൂട്ടിക്കിളിനെയും കോർട്ടക്സിനും ഇടയ്ക്ക് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീർക്കാൻ തുടങ്ങും. ഓരോ ഹെയറും വീർക്കാൻ തുടങ്ങും. നമ്മൾ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യുമ്പോൾ അത് പുറത്ത് പോയിട്ട് വീണ്ടും അത് സ്വെല്ലിങ് കുറയും, ആ വീർക്കൽ കുറയും. അങ്ങനെ മുടി വീർക്കുക, കുറയുക, അതായത് സ്വെല്ലിങ് ആൻഡ് അൺസ്വെല്ലിങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സ്വെല്ലിങ് ആൻഡ് അൺസ്വെല്ലിങ് കൊണ്ട് നമ്മുടെ ഹെയർ ഫോളിക്കിളിന് ഉണ്ടാകുന്നൊരു ഡാമേജാണ് ഈ ഹൈഗ്രൽ ഫറ്റീഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിനെ തടയാനായിട്ട് നമ്മുടെ ഈ വെളിച്ചെണ്ണയ്ക്ക് വളരെയധികം കഴിവുണ്ട്. കാരണം വെളിച്ചെണ്ണ ലൈറ്റാണ്. മറ്റുള്ള ആവണക്കെണ്ണയും നല്ലെണ്ണയും പോലെ അത്ര ഹാർഡല്ല, നല്ല ലൈറ്റായിട്ടുള്ളൊരു എണ്ണയാണ് വെളിച്ചെണ്ണ. അടുത്ത കർപ്പൂരമാണ്. കർപ്പൂരം സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയറിന് കൂടുതൽ നറിഷ്മെൻറ്റും കൊടുക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും നല്ലതാണ് കർപ്പൂരം. അടുത്ത ഏറ്റവും ലാസ്റ്റായിട്ടുള്ളത് ലെമൺ ഓയിലാണ്. ഹെയറിനും സ്കാൽപ്പിനും ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് ഇത് തടയുന്നു. അതുപോലെ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റിയും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ നാരങ്ങാത്തൊണ്ടൊക്കെ പണ്ടൊക്കെ മുറിച്ചിട്ട് സ്കാൽപ്പിൽ അമർത്തി നമ്മൾ തിരുമുമായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഡ്രഗ്സുകളെല്ലാം തന്നെ ഹെയറിൻ്റെ ഓരോ സ്ട്രക്ചറിലും, അതായത് ക്യൂട്ടിക്കിൾ, കോർട്ടക്സ്, മെഡുല, റൂട്ട്, ഈവൻ ഇൻ ബ്ലഡ് സർക്കുലേഷനിൽ വരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഹെയർ നറിഷിംഗ് ഓയിലിൻ്റെ ആ ഒരു പാക്കിങ്ങും അതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ മണവും എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് അറിയാം. ഇങ്ങനെയാണ് മാർക്കറ്റിൽ എത്തുന്നത്. അതിൻ്റെ MRP ഒക്കെ കാണിക്കുന്നുണ്ട്. 365 റുപ്പീസാണ് ഫോർ 150 ml ഓഫ് ബോട്ടിൽ. 150 ml 365 രൂപയാണ്. പിന്നെ ഫുൾ ഇൻഗ്രീഡിയൻസും ഒരു സൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോട്ടിൽ കാണാൻ നല്ല അട്രാക്റ്റീവാണ്, നല്ല ഭംഗിയാണ്. ബോട്ടിലിൻ്റെ നെക്കിൽ ഒരു ടാഗുണ്ട്. അതിൽ ഫുൾ ഇൻഗ്രീഡിയൻസും അത് മുടിയിൽ എങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുറമെ ഒരു ഗ്രീൻ ക്യാപ്പാണുള്ളത്. ബോട്ടിൽ ഫുള്ളി ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട്.
ഇതിനകത്ത് ഒരു ഇന്നർ ക്യാപ്പുണ്ട്, അതുകൊണ്ട് ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. അതിലൊരു ഹോൾ ഇട്ടാൽ ബോട്ടിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് എണ്ണ എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നർ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല. ഇന്നർ ക്യാപ്പ് എടുക്കാതെ തന്നെ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇന്നർ ക്യാപ്പ് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. നല്ല യെല്ലോ കളർ എണ്ണയാണ്. തുറന്നപ്പോൾ തന്നെ നല്ലൊരു ലെമണിൻ്റെയും അതുപോലെ കർപ്പൂരത്തിൻ്റെയും കായത്തിൻ്റെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, നല്ല യെല്ലോ കളറാണ് എണ്ണയ്ക്ക്. ഒട്ടും സ്റ്റിക്കി അല്ല എണ്ണ, നല്ല ലൈറ്റ് എണ്ണയാണ്. അപ്പോൾ ഇതാണ് ഫുൾ പാക്കിങ്ങും ആ എണ്ണയുടെ ആ ഒരു കൺസിസ്റ്റൻസിയും ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് നോക്കാം. കൈവിരലുകളിൽ എണ്ണയെടുത്ത് സ്കാൽപ്പിലും മുടിയുടെ അഗ്രം വരെയും എണ്ണ അപ്ലൈ ചെയ്യുക. ഒരു 5 മിനിറ്റ് നന്നായി മസാജ് ചെയ്യുക. ശേഷം 15 മിനിറ്റ് മുടിയെ വെറുതെ വിടുക. അത് കഴിഞ്ഞ് ഹെയർ നറിഷിംഗ് ഷാമ്പു ഡയലൂട്ട് ചെയ്തിട്ട്, കോട്ടക്കൽ ആയുർവേദശാലയുടെ തന്നെ ഹെയർ നറിഷിംഗ് ഷാമ്പു ഉണ്ട്, അത് ഡയലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരാഴ്ചയിൽ മിനിമം 3 ഡേയ്സ് എങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു മാസത്തിൽ 4 ആഴ്ചയാണ് ഉള്ളതെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചയുടെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കോട്ടക്കൽ ആയുർവേദശാലയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഓയിലും ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുവും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മിച്ചമുള്ള 3 വീക്സ് റിമൈനിങ് ആയിട്ടുള്ള ബാക്കി 3 ആഴ്ചകളിൽ ഈ ഹെയർ നറിഷിംഗ് ഓയിലും ഹെയർ നറിഷിംഗ് ഷാമ്പുവും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡാൻഡ്രഫ് നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാനും പറ്റും, അതുപോലെ നമ്മുടെ ഹെയറിനെ നറിഷ് ചെയ്യാനും ഈ കോട്ടക്കൽ ആയുർവേദശാലയുടെ ഈ പ്രൊഡക്ട്സുകൾ കൊണ്ടൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ എന്തൊക്കെ ചെയ്താലും നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മുടെ ഹെൽത്തി ഡെയിലി റുട്ടീൻ അഥവാ ആരോഗ്യമുള്ള ജീവിതശൈലിയാണ്. അതായത് കറക്റ്റ് ടൈമിലുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. ഭക്ഷണത്തിലെ പാല്, മുട്ട, ചെറുപയർ, ഇലക്കറികൾ, പച്ചക്കറികൾ തുടങ്ങി പ്രോട്ടീൻസും അതുപോലെ മിനറൽസും ഒക്കെ ധാരാളമുള്ള ഫുഡുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതിൽ വീട്ടിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡ് തന്നെ കൂടുതലായും കഴിക്കാം. വെളിയിൽ നിന്നുള്ള അധികം ജങ്ക് ഫുഡ്സുകളൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറയുന്നില്ല, അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ കുറച്ച് വീട്ടിൽ നിന്ന് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ ധാരാളം കഴിക്കുക. അതുപോലെ 13 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നല്ല വ്യായാമം ചെയ്യുക. സമയത്തുള്ള നല്ല ഉറക്കം പ്രത്യേകം ശ്രദ്ധിക്കുക. സമയത്തുള്ള നല്ല ഉറക്കം, കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഒരു 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് സിനിമയൊക്കെ കണ്ട് ഫോണും ഒക്കെ കണ്ട് ഞാൻ രാവിലെ 8 മണി 9 മണി വരെ ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കറക്റ്റ് ടൈമിലുള്ള ഉറക്കം. അതുപോലെ നമ്മുടെ ശിരസിനും അതുപോലെ നമ്മുടെ മൈൻഡിനും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഹാപ്പിനെസ്, റിലാക്സേഷൻ എന്നിവയൊക്കെയും നമ്മുടെ ഹോർമോൺസിലും, അതായത് ഈ തൈറോയ്ഡ് ഇറഗുലാരിറ്റീസ്, PCOD, അതായത് ഈ പീരിയഡ്സിലുണ്ടാകുന്ന ഇറഗുലാരിറ്റീസ്, ഇതൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന അൺഹെൽത്തി പ്രാക്ടീസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഡിസീസുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സായ BP, ഷുഗർ ഇവയൊക്കെയും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ മുടിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് PCOD ഉള്ള ആൾക്കാർക്ക് ഫ്രണ്ടൽ ബാർഡ്നസ്, അതായത് നമ്മുടെ നെറ്റിയുടെ മുകൾ ഭാഗത്തുള്ള മുടികൾ ധാരാളം പോയിട്ട് ഒരു കഷണ്ടി പോലെ ആവുന്നൊരവസ്ഥ, അതൊക്കെ PCOD റിലേറ്റഡ് ആയിട്ടൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹോർമോൺ ഇറഗുലാരിറ്റീസ് ഒക്കെ നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഹോർമോണിലും അങ്ങനെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പറഞ്ഞാൽ ആ ഓയിലിലുള്ള കാംഫർ, അതായത് കർപ്പൂരം, നമ്മൾ പറഞ്ഞു മുടിയിഴകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷനിൽ അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ്, അതായത് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും ഇല്ല എങ്കിൽ വെറുതെ ബ്ലഡ് ചെന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടത്തക്ക വണ്ണം ഫുഡ് കഴിക്കുകയും ടൈമിൽ ഫുഡ് കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നല്ല മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്.